ടു NCERT +1 and +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലായിട്ട് തെർമൽ എക്സ്പാൻഷൻസ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അല്ല, സ്പെസിഫിക് അത് കഴിഞ്ഞു. അതിനുശേഷം സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒന്ന് കണ്ടെത്തി. അപ്പൊ നമുക്ക് ഇന്ന് ഇപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടതിന്റെ സമ്മറിയാണിത്. ലാസ്റ്റ് സെക്ഷൻ ആയിരുന്നത് ദാറ്റ് ഇസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ടെക്സ്റ്റ് ബുക്കിലെ സമ്മറിയുടെ ഭാഗമാണ്. Specific heat capacity of a substance is defined by small s is equal to 1 by m delta Q by delta T, where m is the mass of the substance and delta Q is the heat required to change its temperature by delta T. The molar specific heat capacity of a substance is given by capital C, which is equal to 1 by mu delta Q by delta T, where mu is the number of moles of the substance. ഇതാണ് നമ്മൾ ഇന്നലെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടത്. അപ്പൊ ഇന്ന് നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ദാറ്റ് ഈസ് 11.7, വിച്ച് ഈസ് ദ കലോറിമെട്രി. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ. അപ്പൊ ഇതൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇഫ് വി ഹാവ് എ സിസ്റ്റം, ആ സിസ്റ്റം ഒഴിച്ചുള്ള ബാക്കി എല്ലാത്തിനാണ് നമ്മൾ സറൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു സിസ്റ്റവും ഉണ്ട്, സറൗണ്ടിങ്സ്, ആൻഡ് വി ഹാവ് ദ സറൗണ്ടിങ്സ്. അപ്പം എന്താണ് ഈ ഒരു സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഒരു തരത്തിലുള്ള എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ഹീറ്റ് ട്രാൻസ്ഫറോ എക്സ്ചേഞ്ചോ ഒന്നും തന്നെ, ട്രാൻസ്ഫറൻസ് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ഒന്നും നടക്കുന്നില്ലെങ്കിൽ നമ്മൾ പറയും എന്താണ്, സിസ്റ്റം ഈസ് സെഡ് ടു ബി ഐസൊലേറ്റഡ് എന്ന് പറയും. എപ്പോഴാണ് ഇപ്പൊ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഇഫ് ദേ ഹാവ് നോ എക്സ്ചേഞ്ച് ഓർ ട്രാൻസ്ഫർ ഓഫ് heat between the system and surroundings, നമ്മൾ അങ്ങനത്തെ സിസ്റ്റത്തിനാ പറയുന്നത്, നമ്മൾ പറയുന്നത് സിസ്റ്റം ഈസ് സെഡ് ടു ബി ഐസൊലേറ്റഡ് എന്ന് പറയും. അപ്പം ഇപ്പൊ ഫോർ സച്ച് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം, അങ്ങനെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഇഫ് യു ഹാവ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം, അതായത് ചുറ്റുമുള്ളതിനായിട്ട് ഒരു ഹീറ്റ് ട്രാൻസ്ഫറൻസും ഒന്നും നടക്കുന്നില്ല, അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ അതിന്റെ പല ഭാഗങ്ങളും പല ടെമ്പറേച്ചറിലാണെന്ന് വിചാരിക്കുക. ആ സിസ്റ്റത്തിന്റെ തന്നെ പല പാർട്സ് പല ടെമ്പറേച്ചറിലാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്കറിയാം ഏത് പാർട്ടിനാണോ ഹയർ ടെമ്പറേച്ചർ ഉള്ളത് അവിടുന്ന് ഏത് പാർട്ടിലാണോ ലോവർ ടെമ്പറേച്ചർ ഉള്ളത് അവിടേക്ക് അപ്പം ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഇൻ ദാറ്റ് കേസ് ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. അപ്പം എന്താണ്, സിസ്റ്റം ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ എത്രമാത്രം ഹീറ്റ് ആണോ ഈ ഹയർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാർട്ടിനുള്ള എത്രമാത്രം ഹീറ്റ് ആണ് ഇപ്പൊ ലൂസ് ചെയ്യുന്നത്, അത്രയും പാർട്ട് ലോവർ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന ഭാഗത്തിന് ഗെയിൻഡ് ആവും. എന്നാലേ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ആ എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആവുന്നുള്ളൂ. അവിടെ അത് പുറത്തേക്ക് സിസ്റ്റം ഐസൊലേറ്റഡ് ആയതുകൊണ്ട് പുറത്തേക്ക് ഹീറ്റ് പോകുന്നില്ല. അപ്പൊ ഹീറ്റ് വാട്ടെവർ ഹീറ്റ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ദ സിസ്റ്റം അത് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ സിസ്റ്റത്തിന്റെ പല ഭാഗങ്ങളും പല ടെമ്പറേച്ചറിലായതുകൊണ്ട് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ഏത് ഭാഗമാണോ ലോവർ ടെമ്പറേച്ചർ ഇരിക്കുന്ന അങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ബട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഹീറ്റ് ലോസ്ഡ് ബൈ ദ part at higher temperature will be equal to the heat gained by the part at low temperature. Heat gained by the part at lower temperature. Okay. അപ്പം ഈ ഒരു മെഷർമെന്റിന് ഓഫ് ഹീറ്റ് ആണ് കലോറിമെട്രി എന്ന് പറയുന്നത്. കലോറിമെട്രി മീൻസ് ഇറ്റ്സ് ബേസിക്കലി ദ മെഷർമെന്റ് ഓഫ് ഹീറ്റിന്റെ മെഷർമെന്റിനാണ് നമ്മൾ കലോറിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം കലോറിമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഹീറ്റിനെ മെഷർ ചെയ്യുന്നത്. അപ്പം ഈ മെഷർമെന്റ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് അതിനെയാണ് കലോറിമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ജനറലി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ദാറ്റ് ഇസ് കലോറിമെട്രി, ദാറ്റ് ഇസ് കൺസേൺഡ് കലോറിമെട്രി, ദാറ്റ് ഇസ് ദ മെഷർമെന്റ് ഓഫ് ഹീറ്റ്. അപ്പം ഏതെങ്കിലും ഒരു ഹയർ ടെമ്പറേച്ചറിലുള്ള ബോഡിയുടെ അടുത്തേക്ക് ഏതെങ്കിലും ഒരു ഹയർ ടെമ്പറേച്ചറുള്ള ഒരു ബോഡിയുടെ അടുത്തേക്ക് ഒരു ലോവർ ടെമ്പറേച്ചറുള്ള ബോഡിയെ കോണ്ടാക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ എത്രമാത്രം
ഹീറ്റ് ആണോ ഈ ഹോട്ട് ബോഡിക്ക് നഷ്ടമാണോ അത്രയും ഹീറ്റ് ഈ കോൾഡർ ബോഡിക്ക് ഗെയിൻ ചെയ്യും, പ്രൊവൈഡഡ് ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ആണെങ്കിൽ. ഇഫ് ദ സിസ്റ്റം ഈസ് ഐസൊലേറ്റഡ്, അങ്ങനെ ആണെങ്കിൽ ഇത് ശരിയായിരിക്കും. നേരെ മറിച്ച് സറൗണ്ടിങ്സുമായിട്ട് ഐസൊലേറ്റഡ് സിസ്റ്റം അല്ല, സറൗണ്ടിങ്സുമായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം ഹീറ്റ് ഗെയിൻ ബൈ ലോ ടെമ്പറേച്ചർ, ഹീറ്റ് ലോസ് ബൈ ഹയർ ടെമ്പറേച്ചർ ബോഡി ഈസ് ഈക്വൽ ടു ഹീറ്റ് ഗെയിൻ ബൈ ലോവർ ടെമ്പറേച്ചർ ബോഡി എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം സം ഹീറ്റ് വിൽ ബി എസ്കേപ്പ് ടു ദ സറൗണ്ടിങ്സ്. അങ്ങനെ അല്ലാത്ത പക്ഷം ഈ ഒരു കാര്യം ഇവിടെ സംഭവിക്കും. ആൻഡ് കലോറിമീറ്റർ എന്ന് പറയുന്ന ഡിവൈസ് ആണ് ഹീറ്റ് മെഷർമെന്റ് നടത്തുന്ന ഡിവൈസിനാണ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഹീറ്റ് മെഷർമെന്റ്സിന് നമുക്ക് ഹീറ്റ് മെഷർ ചെയ്യുന്ന ആ ഇൻസ്ട്രുമെന്റിനെയാണ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. കലോറിമീറ്റർ ഇസ് എ ഡിവൈസ് in which heat measurement can be done. അത് ഹീറ്റ് മെഷർമെന്റ് നടത്താവുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, ഹീറ്റ് മെഷർമെന്റ്സ് നടത്തുന്ന ആ ഇൻസ്ട്രുമെന്റിനാണ് കലോറിമീറ്റർ എന്ന് പറയുന്നത്. in which heat measurements നമുക്ക് നടത്താൻ പറ്റുന്ന ഒരു ഡിവൈസിനാണ് നമ്മൾ കലോറിമീറ്റർ എന്ന് പറയുന്നത്. ഹീറ്റ് മെഷർമെന്റ്സ് നടത്തുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഹീറ്റ് മെഷർമെന്റ് ഒരു കലോറിമീറ്ററിൽ നടത്തുന്നത് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ഈ കലോറിമീറ്ററിന്റെ ഈ സെറ്റപ്പ് ഒന്നും അധികം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. കലോറിമീറ്റർ എന്ന് പറയുമ്പോൾ ഒരു മെറ്റാലിക് വെസൽ കാണും. കലോറിമീറ്ററിന്റെ ബേസിക് പാർട്സ് ആണ് ഒരു മെറ്റാലിക് വെസൽ കാണും കലോറിമീറ്ററിന്റെ. പിന്നെ ഒരു സ്റ്റെറർ കാണും. ഓക്കെ, അത് ഇളക്കാൻ വേണ്ടി ഒരു സ്റ്റെറർ കാണും. കോപ്പറിന്റെയോ അലുമിനിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം മെറ്റാലിക് വെസൽ ഏത് മെറ്റലാണോ യൂസ് ചെയ്തിരിക്കുന്നത് അതേ മെറ്റീരിയലിന്റെ തന്നെ സ്റ്റെറർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതുണ്ടാവും. ഇനി മൊത്തം ഈ വെസൽ എന്ന് പറയുന്നത് ഒരു വുഡൻ ജാക്കറ്റിന്റെ അകത്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഈ വെസൽ, ഈ പർട്ടിക്കുലർ മെറ്റാലിക് വെസൽ എന്ന് പറയുന്നത് ഒരു വുഡൻ ജാക്കറ്റിന്റെ അകത്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതിന്റെ അകത്ത് ഹീറ്റ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവും, ഗ്ലാസോ വുഡോ എന്തെങ്കിലും കാണും. സച്ച് ദാറ്റ് എന്താണ് ഐസൊലേറ്റഡ് സിസ്റ്റത്തിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അത് പുറത്തേക്കും അകത്തേക്കും ഒന്നും ചൂട് അകത്തുനിന്ന് പുറത്തുനിന്ന് അകത്തേക്കോ ഒന്നും വരാതിരിക്കാനായിട്ടാണ് ഇൻസുലേഷൻ മെറ്റീരിയൽസും ഉണ്ടാവും. ഈ ഔട്ടർ ജാക്കറ്റ് ആണ് അതിന്റെ ഒരു ഷീൽഡ് ആയിട്ട് ആക്ട് ചെയ്യുകയും എന്താണ് ഇന്നർ വെസലിൽ നിന്നുള്ള ഹീറ്റ് ലോസിനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഔട്ടർ ജാക്കറ്റിന് ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിൻ്റെ അകത്ത് അതിലൂടെ ഒരു മെർക്കുറി തെർമോമീറ്റർ ഈ കലോറിമീറ്ററിന്റെ അകത്തേക്ക് നമുക്ക് കടത്തി വെക്കാനും സാധിക്കും. അപ്പൊ ബേസിക്കലി ഇതുപോലത്തെ ഒരു സാധനമായിരിക്കും ഉണ്ടാവുക. സോ നമുക്ക് നമ്മുടെ സാമ്പിൾ ഇതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും ഒഴിക്കാം. ബിക്കോസ് ബേസിക്കലി എന്താ സംഭവിക്കുക, നമ്മളിവിടെ ഇൻസ്ട്രുമെന്റ് ഇതൊരു കലോറിമീറ്റർ ആണ്. ദിസ് എ കലോറിമീറ്റർ. അപ്പൊ ഇവിടെ ശരിക്കും സംഭവിക്കുന്ന വെച്ചാൽ കലോറിമീറ്റർ എന്ന് പറയുന്ന ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ആണ്, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് കലോറിമീറ്റർ. അതിൻ്റെ ഉള്ളിൽ എന്ത് വെച്ചാലും പുറത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫറൻസ് ഉണ്ടാവാതിരിക്കുന്ന തരത്തിലുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ബേസിക്കലി ഇപ്പൊ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പം നോർമലി എന്താ സംഭവിക്കുക വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ കാണും. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് അത് ടെക്സ്റ്റിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. സപ്പോസ് ഇപ്പൊ ഇവിടെ വെള്ളമുണ്ട്. ഇപ്പൊ ഇതിൻ്റെ അകത്ത് കലോറിമീറ്ററിൻ്റെ അകത്ത് വെള്ളം നിറച്ചു വെച്ചിരിക്കുകയാണ്. സോ കലോറിമീറ്ററിൻ്റെ അകത്ത് ഇതാണ് പറഞ്ഞ സ്റ്റെറർ. ദിസ് ഇസ് ദ സ്റ്റെറർ. ആൻഡ് ഇതെന്ന് പറയുന്ന ഒരു മെറ്റാലിക് വെസലാണ്. ഇതൊരു മെറ്റാലിക് വെസലാണ്. അതേ മെറ്റീരിയൽ ഉള്ള ഒരു സ്റ്റെറർ ആണ്. ഇതിന്റെ ഈ ഔട്ടർ ജാക്കറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഹീറ്റ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് ഉണ്ടാവും. സോ ദാറ്റ് ടെമ്പറേച്ചർ അതൊരു ഹീറ്റ് ഷീൽഡ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ ദിസ് ഇസ് എ തെർമോമീറ്റർ. അത് ഈ ഒരു ഹോളിലൂടെ ഔട്ടർ ജാക്കറ്റിന്റെ ഹോളിലൂടെ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഒരു തെർമോമീറ്റർ ഇറക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ജനറലി ഇപ്പം നമ്മൾ നെക്സ്റ്റ് എക്സാമ്പിൾ കാണുന്ന പോലെ ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഇപ്പൊ എന്തെങ്കിലും സബ്സ്റ്റൻസ് ഇപ്പൊ ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. കലോറിമീറ്ററിൻ്റെ അകത്ത് വെള്ളമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഏത് സാമ്പിൾ ആണോ വേണ്ടത് ആ സാമ്പിൾ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ നമുക്കിപ്പം നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നതാണ് നമ്മളുടെ സിസ്റ്റം. ഈ വെള്ളം പ്ലസ് കലോറിമീറ്റർ എന്ന് പറയുന്നതാണ് ആ സിസ്റ്റത്തിനെ സംബന്ധിച്ച് അതിന്റെ സറൗണ്ടിങ്സ്. ഓക്കെ, അതിന്റെ സറൗണ്ടിങ്സ്. അപ്പൊ മൊത്തത്തിൽ ഈ സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഇത് മൊത്തത്തിൽ ഐസൊലേറ്റഡ് ആണ്. വേറെ ഒരു സാധനവുമായിട്ടും ഇത് പുറത്തെ ബാക്കി ഒരു കാര്യങ്ങളുമായിട്ട് വരുന്നില്ല. ഇതിനെ സംബന്ധിച്ച് സിസ്റ്റവും
ഇതാണ് ഇതിന്റെ സറൗണ്ടിങ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ അല്ലെങ്കിൽ ഇതിനെ സറൗണ്ടിങ് എന്ന് വിളിക്കേണ്ട കാര്യമില്ല. ഇതിന് സറൗണ്ടിങ് എന്ന് വിളിക്കേണ്ട ജസ്റ്റ് അത് ഇറ്റ് മേക്സ് കൺഫ്യൂഷൻ ഫോർ യു. സോ ഇൻ ദറ്റ് കേസ് നമ്മുടെ സാമ്പിൾ ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു സാമ്പിൾ വെക്കും, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെള്ളത്തിനും ഈ കലോറിമീറ്ററിനും കൂടെ, അത് വെള്ളത്തിന് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കാണും, ആ സാമ്പിളിന് ഇപ്പം വേറെ എന്തെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിൽ, അല്ലെങ്കിൽ വെള്ളത്തിന്റെ ടെമ്പറേച്ചറും സാമ്പിളിന്റെ ടെമ്പറേച്ചറും വ്യത്യസ്തമാണെങ്കിൽ, ഈ ഹോൾ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫറൻസ് നടന്ന് എന്താണ് ഈ വെള്ളത്തിന്റെയും സാമ്പിളിന്റെയും എല്ലാം ടെമ്പറേച്ചർ സെയിം ആയിട്ട് മാറും അറ്റ് ലാസ്റ്റ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഇതിന്റെ സ്പെസിഫിക് ഹീറ്റ് മുതലായ കാര്യങ്ങൾ മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനൊരു ഇല്ലസ്ട്രേഷൻ ആയിട്ട് അത് ഇപ്പം എങ്ങനെയാണ് ഇപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം, അത് ഇപ്പം നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന ഒരു പ്രോബ്ലം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അല്ലെങ്കിൽ ഒരു ഗിവൺ സോളിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കലോറിമീറ്റർ വെച്ചിട്ട് എങ്ങനെ നമുക്ക് അളക്കാം എന്നുള്ളതിനെ. അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ അകത്ത് വെള്ളമാണുള്ളത്. നമ്മൾ ഏതെങ്കിലും ഇറക്കി വെക്കുന്ന സാമ്പിളിന്റെയും ഇപ്പൊ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ എന്തെങ്കിലും TW സാമ്പിളിന്റെ ടെമ്പറേച്ചർ TS ആണെങ്കിൽ അത് അതിന്റെ ഇനീഷ്യൽ ഫേസിൽ ഇനീഷ്യലി TWI എന്ന് പറയുന്ന ഇനീഷ്യൽ SI ആയിട്ട് സെയിം അല്ല. അപ്പം എന്ത് ചെയ്യും? എപ്പോഴും ഹീറ്റ് ട്രാൻസ്ഫർ, അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ് കാരണം ഹീറ്റ് ട്രാൻസ്ഫർ സംഭവിക്കും. മൊത്തത്തിൽ ഇതൊരു ഐസൊലേറ്റഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ it works on the principle that heat gained will be equal to the heat lost. അപ്പൊ ആർക്കാണോ കൂടുതൽ ടെമ്പറേച്ചർ ഉള്ളത് അയാൾ മറ്റൊരുത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ കുറവ് ടെമ്പറേച്ചർ ഉള്ള ആൾക്ക് കൊടുക്കും. സസ് ദാറ്റ് ഈ ഒരു കാര്യം അവിടെ വരുന്ന ഹീറ്റ് ഗെയിൻഡ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ്. അതിന്റെ അകത്തു നിന്നാണ് നമുക്ക് ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പോലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അപ്പം അതിന് ഈ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ എക്സാമ്പിൾ വർക്ക്ഔട്ട് ചെയ്യുന്നതോടുകൂടി അത് മനസ്സിലാവും. A sphere of aluminum 0.047 kg. അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് ഇവിടെ എഴുതാം. അത് മാസ് ഓഫ് അലൂമിനിയം സ്ഫിയർ ആണ് തന്നിരിക്കുന്നത്. ഈ അലൂമിനിയം സ്ഫിയറിന്റെ മാസിനെ M1 ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ 0.047 kg is placed for sufficient time in a vessel containing boiling water so that sphere is at 100 degrees Celsius. ഈ ഒരു അലൂമിനിയം സ്ഫിയർ ഒരു തിളയ്ക്കുന്ന വെള്ളത്തിന്റെ അകത്ത് വെച്ചിരിക്കുകയായിരുന്നു കുറെ നേരം. സസ് ദാറ്റ് അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആയി. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെമ്പറേച്ചർ ഓഫ് അലൂമിനിയം സ്ഫിയർ, അല്ലെങ്കിൽ നമുക്ക് ഇനീഷ്യൽ ടെമ്പറേച്ചർ ആയിരുന്നു എടുക്കാം. കാര്യം ഈ അലൂമിനിയം സ്ഫിയറിനെ നമ്മൾ കലോറിമീറ്ററിന്റെ അകത്ത് വെക്കുകയാണ്. അപ്പം അതൊരു എന്ത് പറ്റും, ഈ ഹീറ്റ് ട്രാൻസ്ഫർ അതിന്റെ ഒരു ഫൈനൽ ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യുമല്ലോ. സോ നമുക്ക് ഇതിനെ തൽക്കാലം ഇനീഷ്യൽ ടെമ്പറേച്ചർ ആയിട്ട് ടെക്സ്റ്റ് എടുത്ത പോലെ എടുക്കാം. സോ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് അലൂമിനിയം സ്ഫിയർ, അതിനെ നമ്മൾ ദാറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇറ്റ് ഈസ് ദെൻ ഇമ്മീഡിയറ്റ്ലി ട്രാൻസ്ഫർ ടു 0.14 kg കോപ്പർ കലോറിമീറ്റർ. അതിനുശേഷം അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരു കോപ്പറിന്റെ ഒരു കലോറിമീറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ആൻഡ് ദാറ്റ് കോപ്പർ കലോറിമീറ്ററിന്റെ അകത്ത് ഇറ്റ്സ് കണ്ടെയ്നിങ് 0.25 kg ഓഫ് വാട്ടർ at 20 ഡിഗ്രി സെൽഷ്യസ്. നമ്മുടെ ഈ കോപ്പർ കലോറിമീറ്ററിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തു. കോപ്പർ കലോറിമീറ്ററിന്റെ അകത്ത് 0.25 kg ഓഫ് വെള്ളം ഉണ്ടായിരുന്നു, വിച്ച് ഈസ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പോ നോക്കുക, അപ്പൊ നമുക്ക് കിട്ടിയ ഇപ്പോഴത്തെ എഴുതാം. ദാറ്റ് മീൻസ് മാസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് സപ്പോസ് തന്നെ നമ്മൾ ഇൻറ്റു ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് 0.25 kg. ആൻഡ് ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് വെള്ളം, ഇപ്പൊ നമ്മളോട് പറഞ്ഞ ആ സമയത്ത് ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ആൻഡ് മാസ് ഓഫ് കോപ്പർ കലോറിമീറ്റർ, മാസ് ഓഫ് കോപ്പർ കലോറിമീറ്റർ എന്ന് പറയുന്നത് 0.14 kg. 0.14 kg. അതുപോലെ ഇതിന്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ അതും വെള്ളത്തിന്റെ കാര്യം, അതിൻ്റെ അകത്തിരിക്കുന്ന വെള്ളം ആയതുകൊണ്ട് അതിന്റെ ടെമ്പറേച്ചർ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും. ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദിസ് കോപ്പർ കലോറിമീറ്റർ
ഇതിന് നമുക്ക് M3 എന്ന് കൊടുക്കാം കേട്ടോ. സോ അതും 20 ഡിഗ്രി സെൽഷ്യസ്. And the temperature of the water rises and attains a steady state at 23 degrees Celsius. അപ്പോൾ നമ്മുടെ ഈ സ്പിയർ, ഓക്കെ, വി ഹാവ് ദ സ്പിയർ. ഈ തിളയ്ക്കുന്ന ദിസ് ഇസ് അവർ കലോറിമീറ്റർ. ഓക്കെ, നമ്മുടെ കലോറിമീറ്റർ ആണെങ്കിൽ ഈ കലോറിമീറ്ററിന്റെ അകത്തെ വെള്ളത്തിന്റെ അകത്തേക്കാണ് നമ്മുടെ ആരെ ഇറക്കി വെച്ചിരിക്കുന്നത്, സ്പിയറിനെ ഇറക്കി വെച്ചത്. അപ്പൊ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ റൈസ് ആൻഡ് അറ്റൈൻസ് എ സ്റ്റഡി സ്റ്റേറ്റ് 23 ഡിഗ്രി സെൽഷ്യസ്. അപ്പോഴത്തേക്കും വെള്ളത്തിന്റെ ആദ്യത്തെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഈ അലുമിനിയം സ്പിയർ ഇറക്കി വെച്ചപ്പോഴത്തേക്കും വെള്ളത്തിന്റെ ടെമ്പറേച്ചർ, നമുക്ക് ഇവിടെ ഒരു തെർമോമീറ്റർ ഉണ്ടല്ലോ, അപ്പൊ അതിൻ്റെ ഒന്ന് റീഡ് ചെയ്യാം. അതിന്റെ ടെമ്പറേച്ചർ കൂടി അത് 23 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തി. ദാറ്റ് മീൻസ് 23 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്താന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഉണ്ടാകുന്ന കാര്യം, നമ്മൾ ദിസ് ഇസ് ദ ഹോൾ തിങ് ഈസ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം. സോ ഇവിടുത്തെ ഹീറ്റ് എപ്പോഴും പ്രിസർവ്ഡ് ആണ്. അപ്പം ഈ ഒരു ചൂടായിട്ടുള്ള അലൂമിനിയം സ്ഫിയർ ഇതിൻ്റെ അകത്തേക്ക് ഇടുമ്പോഴത്തേക്കും ഈ അലൂമിനിയം സ്ഫിയറിന്റെ അകത്തുനിന്നുള്ള അലൂമിനിയം സ്ഫിയർ 100 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയ സാധനം, അതിൻ്റെ അകത്തുള്ള അത്രയും ഹീറ്റ് എന്ന് പറയുന്നത് ഈ വാട്ടറും കലോറിമീറ്ററും കൂടി അബ്സോർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്റ്റഡി സ്റ്റേറ്റ് അച്ചീവ് ചെയ്യുന്നുണ്ട്. സ്റ്റഡി സ്റ്റേറ്റ് മീൻസ് ആ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ കോൺസ്റ്റന്റ് ആവുന്ന അവസ്ഥ, അതാണ് സ്റ്റഡി സ്റ്റേറ്റ്. ആ ഒരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് അവർ അച്ചീവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു അലൂമിനിയവും ഈ വെള്ളം ആൻഡ് കലോറിമീറ്റർ, ഇപ്പം നമുക്ക് ഇവിടെ അലൂമിനിയം ഒരു സിസ്റ്റവും ഈ വാട്ടർ പ്ലസ് കലോറിമീറ്ററിനെ നമുക്ക് മറ്റൊരു മറ്റൊരു സിസ്റ്റമായിട്ട് എടുക്കും. ഇപ്പൊ എന്ത് പറ്റും, ഈ അലൂമിനിയം ആണ് ഹയർ ടെമ്പറേച്ചറിലുള്ളത്, വെള്ളവും ഇത് താഴെയായിരുന്നു. അപ്പൊ ഇവർ തമ്മിൽ ഈ അലൂമിനിയത്തിന്റെ ഹീറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആവും, ജസ്റ്റ് ദാറ്റ് രണ്ടിന്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആവുന്നതാണ് പറയാം. അപ്പം ഇവിടെ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ ഓഫ് വാട്ടർ റൈസിംഗ് അറ്റൈൻസ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ദിസ് വാട്ടർ, ദറ്റ് ഈസ് ദ ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ പ്ലസ് കലോറിമീറ്റർ എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 23 ഡിഗ്രി സെൽഷ്യസ് ആവുക എന്ന് പറയുന്നത് ഈ ഹീറ്റ് ട്രാൻസ്ഫറൻസ് ഇവിടെ അങ്ങോട്ട് അലൂമിനിയത്തിൽ നിന്നുള്ള ഹീറ്റ് ഈ വെള്ളം പ്ലസ് കലോറിമീറ്ററിലേക്ക് എത്തി ഫൈനലിൽ സ്റ്റഡി സ്റ്റേറ്റ് അച്ചീവ് ചെയ്തു. ദാറ്റ് മീൻസ് ഈ ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ പ്ലസ് കലോറിമീറ്റർ 23 ഡിഗ്രി സെൽഷ്യസ് ആയി. അതുപോലെ തന്നെ ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് അലൂമിനിയം സ്ഫിയർ അത് ഈക്വിലിബ്രിയത്തിൽ എത്തി. ദാറ്റ് മീൻസ് അതും 23 ഡിഗ്രി സെൽഷ്യസ് ആവുന്നു. അവിടെ വരെയാണ് ഈ ഹീറ്റ് ട്രാൻസ്ഫറൻസ് നടക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ നടന്നു. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് ചോദിക്കാം, ചോദ്യത്തിലേക്ക് വരാം. കാൽക്കുലേറ്റ് ദി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് അലൂമിനിയം. അലൂമിനിയത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എത്രയാണ് എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. എമൗണ്ട് ഓഫ് ഹീറ്റ് ലോസ്റ്റ് ബൈ അലൂമിനിയം വിൽ ബി ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഗെയിൻ ബൈ ദ വാട്ടർ ആൻഡ് കലോറിമീറ്റർ. കലോറിമീറ്ററിന്റെ പ്രിൻസിപ്പിൾ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം. ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് വിച്ച് ഈസ് ലോസ്റ്റ് ബൈ aluminum sphere will be equal to the amount of heat gained by water and calorimeter. അപ്പൊ ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം നമ്മൾ അതിന് വേണ്ടി നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് അലൂമിനിയം ആണ് ചോദിച്ചിരിക്കുന്നത്. സ്പെസിഫിക് ഹീറ്റ്, that is what is asked, specific heat capacity of aluminum. അപ്പോൾ അതിനെ ഞാൻ SAL എന്ന് കൊടുക്കാന്ന് വിചാരിക്കാം. അതാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ട സാധനം. And the thing which I know is that SAL, specific heat capacity, is defined by 1/m into delta Q by delta T, where m is the mass, delta Q heat lost or transferred. Okay, heat lost or heat gained. ഇവിടെ heat lost ആണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം. ദാറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് ലോസ്റ്റ് ആണ് ഇവിടെ. ആൻഡ് ഡെൽറ്റ ടി ഈസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. സോ ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡെൽറ്റ ക്യൂ ഈസ് ദ ഹീറ്റ് ലോസ്റ്റ് ആൻഡ് ഡെൽറ്റ ടി ഈസ് ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ദാറ്റ് ഈസ് ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ. ഫൈനലി or the change in temperature. ഡെൽറ്റ ആയതുകൊണ്ട് ജസ്റ്റ് ചേഞ്ച് മതി.
അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും എടുക്കുക. സോ ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 23 ആണ്. ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 100 ആയിരുന്നു സ്ഫിയറിന്റെ. സോ ദാറ്റ് ഇസ് it will give you 77 degrees Celsius. And you know the mass of aluminum sphere. Aluminum sphere ന്റെ mass നമ്മൾ എത്രയാണ് എടുത്തിരിക്കുന്നത്? M1, that is 0.047 kg, right? 0.047 kg. M1. അപ്പൊ ഇത്രയും മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് amount of heat lost by the aluminum sphere ഇപ്പൊ ഇവിടെ നിന്ന് എഴുതാൻ പറ്റും. Amount of heat lost by aluminum sphere, that is delta Q, which is given by m in delta T അപ്പുറത്തേക്ക് ഉണ്ടായ പോരെ. So m SAL delta T. SAL നമുക്ക് കണ്ടുപിടിക്കണം, അതൊരു അൺനോൺ ക്വാണ്ടിറ്റി ആണ്. പക്ഷെ m 0.047 ഉണ്ട്, ഡെൽറ്റ ടി 77 ഉണ്ട്. സോ ഇത് ചെയ്യുമ്പോൾ ഇവിടെ 3.619 SAL. ഓക്കെ, ഇത് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ആക്കാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താണ്, ദാറ്റ് ഷുഡ് ബി ഇക്വേറ്റഡ് ടു എമൗണ്ട് ഓഫ് ഹീറ്റ് ഗെയിൻ ബൈ വാട്ടർ ആൻഡ് കലോറിമീറ്റർ. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും ഇതുപോലെ MS ഡെൽറ്റ ടി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, എമൗണ്ട് ഓഫ് ഹീറ്റ് ഗെയിൻ ബൈ വാട്ടർ ആൻഡ് കലോറിമീറ്റർ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് അലൂമിനിയവും വാട്ടറും കോപ്പർ കലോറിമീറ്ററും വേണം. ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ, ഇത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് SW8 എടുക്കുകയാണെങ്കിൽ ഈ വെള്ളത്തിന്റെ എപ്പോഴും ഒന്ന് കാണാതെ പഠിക്കുന്നതല്ലാണ് 4.18 into 10 cube joule per kilogram Kelvin ആണ്. ഓക്കെ, ഇനി പരീക്ഷയ്ക്കൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ഇവിടെ നമ്മുടെ കലോറിമീറ്റർ ഇസ് മെയ്ഡ് ഓഫ് കോപ്പർ. സോ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് കോപ്പർ എന്ന് പറയുന്നത് സപ്പോസ് CU എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എക്സാമിനൊക്കെ ഇപ്പം നമ്മൾ ഫ്രം ദ ടേബിൾ ഗിവൺ ഇൻ ടെക്സ്റ്റ് നമുക്ക് ഈ വാല്യൂ ഇടാം. എക്സാമിനാണെങ്കിൽ ചിലപ്പം ഈ വാല്യൂ തരുമായിരിക്കും. ഓക്കെ, 10 cube joule per kilogram Kelvin. ഓക്കെ, സോ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് gained by water എന്ന് പറയുന്നത് എന്താണ്? Just like delta Q, which is given by m into, നമ്മൾ വെള്ളത്തിന് മാസ് M2 ആയിട്ടാണ് എടുത്തത്. This is SW into delta T. So ഇത് നമുക്കറിയാം M2 is what? M2 is 0.25 എന്നാണ് നമ്മൾ എടുത്തത്. That is 0.25 and specific heat capacity of water is 4.18 into 10 cube. And delta T എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫൈനൽ അച്ചീവ് ചെയ്ത ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 23 ആണ്. ഫൈനൽ അച്ചീവ് ചെയ്തത് 23 ആണ്. ഇനീഷ്യലി ഇറ്റ് വാസ് 20. ഓക്കെ, ദാറ്റ് മീൻസ് 23 minus 20 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 3. ഇപ്പോൾ ചേഞ്ച് ഇൻ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ ടി ഫോർ വാട്ടർ ആൻഡ് കലോറിമീറ്റർ ബോത്തിൻ്റെയും ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഫൈനലി ദേ അച്ചീവ് ദ ടെമ്പറേച്ചർ ഓഫ് 23, ഇനീഷ്യൽ ടെമ്പറേച്ചർ 20 ആയിരുന്നു. സോ 3 degrees Celsius ആണ് ഡെൽറ്റ ടി. ഓക്കെ, സോ ദിസ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ്, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഗെയിൻഡ് ബൈ വാട്ടർ, ഓർ ദ എമൗണ്ട് ഓഫ്, വി ക്യാൻ സേ എമൗണ്ട്. ഓക്കെ, ദിസ് ഇസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഗെയിൻഡ് ബൈ വാട്ടർ. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ഗെയിൻഡ് ബൈ കലോറിമീറ്റർ, അത് കണ്ടുപിടിക്കാം. എമൗണ്ട് ഓഫ് ഹീറ്റ് gained by calorimeter. Calorimeter അത് how much, that is delta Q is equal to, നമ്മൾ calorimeter മാസ് M3 ആയിട്ടാണ് എടുത്തത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് calorimeter SCU ആയിട്ട് എടുത്തത്. സോ ഇൻറ്റു ഡെൽറ്റ ടി. സോ അതിൻ്റെ M3 നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു 0.14 kg. ഓക്കെ, mass of copper calorimeter is 0.14 and the specific heat capacity 0.386 into 10 cube. Change in temperature 3. അപ്പോൾ ഇതാണ് amount of heat gained by the calorimeter. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ട എന്താണ്? amount of heat gained by water and calorimeter ആയിട്ടാണ്. അപ്പോൾ നമുക്ക് amount of heat gained by water ഉം calorimeter
gained by water and calorimeter. അത് ആ ഒരു എന്താണ് അലൂമിനിയം സ്ഫിയർ ട്രാൻസ്ഫർ ചെയ്യുന്ന ഹീറ്റ് ഇത് രണ്ടുപേരും കൂടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. എമൗണ്ട് ഓഫ് ഹീറ്റ് ഗെയിൻ രണ്ടുപേരും കൂടെ. ഇപ്പൊ ഇത് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്യും. ടോട്ടൽ ഹീറ്റ്, ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ഗെയിൻ ബൈ വാട്ടർ ആൻഡ് കലോറി. ഇത് ഇൻഡിവിജ്വലി അവര്. സോ ടോട്ടൽ എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. 4.18 into 10 cube into 3 പ്ലസ് എന്താണ് ഫ്രം കലോറിമീറ്റർ 0.386 into 10 cube into 3. സോ ഇത് ചെയ്യുമ്പോൾ you will get as 3297.2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഇറ്റ് ഇസ് സെക്കൻഡ് വൺ, ദാറ്റ് ഇസ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഗെയിൻ ബൈ വാട്ടർ ആൻഡ് കലോറിമീറ്റർ. അപ്പൊ സ്റ്റഡി സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഹീറ്റ് ലോസ്റ്റ് ബൈ അലൂമിനിയം സ്ഫിയറും which will be equal to the heat gained by water plus heat gained by the calorimeter ആയിരിക്കും. ഓക്കെ, സോ ഇൻ ദ സ്റ്റഡി സ്റ്റേറ്റ്, അത് ഈ ഹീറ്റ് ട്രാൻസ്ഫറൻസ് പ്രോസസ്സ് നടന്നു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? The heat lost by the aluminum sphere will be equal to the heat gained by water and the heat gained by the calorimeter. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ കിട്ടിയ ഈ 3.619 SALനെയും ഇതിനെയും കൂടി ഇക്വേറ്റ് ചെയ്യാം. സോ ഫൈനലി നമ്മൾ അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് ഇസ് 3.619 SAL is equal to 3297.12. So from this, specific heat capacity of aluminum is given by 3297.12 divided by 3.619. So you'll get 911.05 joules. Joule per kilogram Kelvin. Or നമുക്കതിനെ കിലോ ജൂൾ പെർ കെൽവിൻ ആയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ represent ചെയ്യും. Okay. So this is the specific heat capacity of aluminum. So ഈ ഒരു isolated സിസ്റ്റത്തില്, that is the principle in which calorimeter works. Isolated സിസ്റ്റത്തില് heat gained by the system എന്ന് പറയുന്നത് ഒരു heat gained by one part of the system will be equal to the heat lost by one part of the system will be equal to the heat gained by another part of the system if the system is isolated. ആ ഒരു പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് കലോറിമീറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ പ്രിൻസിപ്പിൾ എങ്ങനെയാണെന്ന് നമ്മൾ ആ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഹീറ്റ് മെഷർമെന്റ് നടത്തുന്നതെന്ന് ഈ എക്സാമ്പിളിലൂടെ നമ്മൾ കണ്ടു. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. സോ താങ്ക് യു.